ഈ സ്കൂട്ടറിൻ്റെ ഇടയിൽ ഈ ചാക്കൊക്കെ വെച്ച് കൊണ്ടുപോകാറുണ്ടല്ലേ, അതുപോലെ ബോഡി സ്കൂട്ടറിൻ്റെ ഇടയിൽ കിടത്തിയിട്ട് ഇയാൾ റോഡിലൂടെ പരസ്യമായിട്ട് ഓടിച്ചു പോവുകയാണ്. റോഡിലൂടെ സ്കൂട്ടറിൽ നടുക്കത്തെ ആ പോർഷനിൽ ബോഡി കിടത്തിയിട്ട് പരസ്യമായിട്ട് ഓടിച്ചു പോവുകയാണ്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. നമ്മുടെ ചുറ്റും എത്ര ക്രൂരമായിട്ടുള്ള എത്ര പൈശാചികമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു പ്രീമിയം സ്മാർട്ട് ഫോൺ സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഉദാഹരണം iPhone 13 Pro Max ആയിക്കോട്ടെ. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല ആ ഫോൺ പൈസ കൊടുത്ത് മേടിക്കാൻ. അപ്പോൾ ചിലവരാണെങ്കിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കുറച്ച് പൈസ കൂട്ടി വെച്ച് ആ ഒരു പൈസ കൊണ്ട് ആ ഒരു ഫോൺ മേടിക്കും അല്ലേ. അല്ലെങ്കിൽ ഇന്ന് EMI സംവിധാനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. മാസം കുറച്ച് പൈസ തവണകളായിട്ട് അടച്ച് നമുക്ക് ആ ഫോൺ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ബാങ്കിങ് സംവിധാനങ്ങളിലൂടെ ലോണോ ക്രെഡിറ്റ് കാർഡോ എടുക്കാം, നമ്മുടെ കൂട്ടുകാരുടെ നിന്ന് പൈസ മേടിക്കാം. അതിൻ്റെ അറ്റത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിലിരിക്കുന്ന സ്വർണ്ണം കട്ട് അത് വിറ്റ് ചിലപ്പോൾ ആ ഒരു പൈസ കൊണ്ട് ഐഫോൺ മേടിക്കുമായിരിക്കുമല്ലോ. നമ്മുടെ വടക്കൻ സെൽഫിയിൽ അജു വർഗീസിനെ കഥാപാത്രം ചെയ്യുന്ന പോലെ. അതൊക്കെ ഓക്കെ എന്നല്ല, അതുവരെ മാക്സിമം പോസിബിലിറ്റി അതിനേ ഉള്ളൂ. ഇല്ലാതെ നമ്മൾ ട്രോളിൽ കാണുന്ന പോലെ കിഡ്നി വിറ്റ് ഐഫോൺ മേടിക്കുന്ന കഥകളൊന്നും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ കർണാടകയിൽ സംഭവിച്ചിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ തൊട്ടപ്പുറത്തെ സംസ്ഥാനമാണല്ലേ. അവിടെ സംഭവിച്ചിട്ടുള്ളത് ഐഫോൺ സ്വന്തമാക്കാൻ വേണ്ടി ഒരു 20 വയസ്സുകാരൻ ഡെലിവറി ബോയ് ആയിട്ട് വന്ന 23 വയസ്സുകാരനെ കുത്തിക്കൊന്ന് പൈശാചികമായിട്ട് അവനെ കത്തിച്ച് കളഞ്ഞു. ഇത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. എന്തിനാണ് ഒരു ഐഫോൺ സ്വന്തമാക്കാൻ? അതും സെക്കൻഡ് ഹാൻഡ് ഐഫോണാണ്, റീഫർബിഷ്ഡ് ആയിട്ടുള്ള ഐഫോണാണ്. ആ ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ യുവതലമുറ 20 വയസ്സുള്ള പയ്യനാണ് ആ കൊടും പൈശാചികമായിട്ടുള്ള ഒരു കൃത്യം നിർവഹിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കുമ്പോഴേക്കും ഇതെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത്, അത് എന്താണ് അവനെ നയിച്ചത്? ചിലപ്പോൾ വലിയ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ ആൾക്കാർ കൊലപാതകം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലേ. ഒരു ഐഫോൺ കിട്ടാൻ വേണ്ടി, അതും ഒരു സെക്കൻഡ് ഹാൻഡ് ഐഫോൺ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത്രത്തോളം ക്രൂരവും പൈശാചികമായിട്ടുള്ള കൊലപാതകം നടത്തിയതെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാകുന്നത്. നമുക്ക് സംഭവത്തിലേക്ക് വരാം. കർണാടകയിലെ ഹാസൻ ജില്ലയിലെ അറാസിക്കേരി ടൗണിലാണ് ഹേമന്ത് ദത്ത എന്ന 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ താമസിക്കുന്നത്. അവൻ നേരത്തെ ജോലി ചെയ്തിരുന്നത് ഒരു ഡെലിവറി ഏജൻ്റായിട്ട് തന്നെയാണ്. ഒരു കൊറിയർ സർവീസിൽ, ഒരു ലോജിസ്റ്റിക്സിൽ ഡെലിവറി ബോയ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള പയ്യാണ്. പക്ഷേ ഇവൻ്റെ പ്രശ്നം എന്തെന്ന് കഴിഞ്ഞാൽ ഗാഡ്ജറ്റ്സുകളോട് തീവ്രമായിട്ടുള്ള ആഗ്രഹമാണ്, അതോട് വലിയൊരു കമ്പമാണ്. പക്ഷേ ഇവൻ്റെ കയ്യിൽ മേടിക്കാനായിട്ട് പൈസ ഇല്ല. ഇന്ന് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾക്ക് നല്ല വിലയാകുമല്ലേ. അതുകൊണ്ട് ഇവൻ ചെയ്ത കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ, കാരണം ഇവൻ എല്ലാ ദിവസവും ഡീൽ ചെയ്യുന്നത് ലക്ഷക്കണക്കിന് വിലയുള്ള സാധനങ്ങളാണ് ഇവൻ്റെ കൈ കൂടെ പോണതല്ലേ. അങ്ങനെ പലപ്പോഴായിട്ട് പല ഗാഡ്ജറ്റ്സുകളും ഇവൻ മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. പല ഫ്രോഡ് ആക്ടിവിറ്റീസും ആ ഒരു കൊറിയർ സർവീസിൽ നിന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ആ കൊറിയർ സർവീസുകാർ ഇവനെ കൈയോടെ പിടിക്കുകയും പിരിച്ചു വിടുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇവൻ വീട്ടിൽ പണിയൊന്നും ഇല്ലാതിരിക്കുകയാണ്. പക്ഷേ ഗാഡ്ജറ്റ്സുകളോടുള്ള കമ്പം ഇവന് ഒരിക്കലും അടങ്ങിയിട്ടില്ലായിരുന്നു. ഇവൻ ഏറ്റവും കമ്പമുള്ള ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് ആയിരുന്നു ഐഫോൺ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇവൻ പല കളികളും കളിച്ചിട്ടുണ്ട്. പക്ഷേ കിട്ടിയിട്ടില്ല, കൈയോടെ പിടിക്കപ്പെടുകയും അവിടുന്ന് പിരിച്ചു വിടുകയുമാണ് ഉണ്ടായതല്ലേ. അങ്ങനെ ഇരിക്കെ ഐഫോൺ സ്വന്തമാക്കണമെന്ന തീവ്രമായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അവൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. പക്ഷേ ഇവൻ ഓൺലൈനായിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് റീഫർബിഷ്ഡ് ഐഫോൺ ഓർഡർ ചെയ്യുകയാണ്. അത് മേ ബി ടു ഗുഡ് എന്ന് പറയുന്ന ഫ്ലിപ്കാർട്ടിൻ്റെ കീഴിൽ തന്നെയുള്ള സെക്കൻഡ് ഹാൻഡ് റീഫർബിഷ്ഡ് പ്രോഡക്റ്റ് വിൽക്കുന്ന ഒരു സൈറ്റ് ഉണ്ട്, ടു ഗുഡ്. മേ ബി അതിൽ നിന്നായിരിക്കാം. എന്തായാലും ഓൺലൈനായിട്ട് ഒരു റീഫർബിഷ്ഡ് ഐറ്റം ഇവൻ ഓർഡർ ചെയ്യുകയാണ്. ക്യാഷ് ഓൺ ഡെലിവറിയാണ് ഓർഡർ ചെയ്യുന്നത്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 46,000 രൂപയാണ്. അതായത് ആ ഒരു ഡെലിവറി ഏജൻറ്റ് വീട്ടിൽ വരുമ്പോഴേക്കും നമ്മൾ കയ്യിൽ പൈസ കൊടുക്കണം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മളെല്ലാം ചെയ്യുന്നൊരു കാര്യമാണല്ലേ. പക്ഷേ ഇവൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഇവൻ ചുമ്മാ അങ്ങോട്ട് ഓർഡർ ചെയ്യുകയാണ്. അങ്ങനെ എന്തായാലും ഒരു 4 ദിവസങ്ങൾക്കപ്പുറം ഫെബ്രുവരി 7-ാം തീയതി ആണ് ഇതിൻ്റെ ഡെലിവറി ഡേറ്റ്. ഫെബ്രുവരി 7-ാം തീയതി ഇത് ഡെലിവറി ചെയ്യാൻ വരുന്നത് ഹേമന്ത് നായിക്ക്, അദ്ദേഹത്തിൻ്റെ വയസ്സ് 23. അപ്പോൾ നമുക്ക് കൺഫ്യൂഷനായി പോകരുത്. കൊലയാളിയുടെ പേര് ഹേമന്ത് ദത്ത 20 വയസ്സ്, കൊല്ലപ്പെട്ടത് ഹേമന്ത് നായിക്ക് 23 വയസ്സ്. അപ്പോൾ കൊന്നത് ദത്തയെന്നും കൊല്ലപ്പെട്ടത് നായിക്കെന്നും എടുത്താൽ നമുക്ക് ഹേമന്ത് എന്നുള്ള പേര് തൽക്കാലത്തേക്ക് മാറ്റി നിർത്താം. അങ്ങനെ ഈ ഒരു ഹേമന്ത് നായിക്ക് 23 വയസ്സുള്ള പയ്യൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പയ്യനാണ്. കോളേജ് പഠിക്കാൻ സാഹചര്യമില്ലാതെ ഡ്രോപ്പ് ഔട്ട് ആയിട്ട് ഡെലിവറി ബോയ് ആയിട്ട് ഈ കാർട്ട് ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുകയാണ്. അതായത് ഫ്ലിപ്കാർട്ടിന് കീഴിൽ തന്നെയുള്ള ഒരു ലോജിസ്റ്റിക്സ് സർവീസാണ്. അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ മേ ബി ടു ഗുഡിൽ നിന്നായിരിക്കാം, ഫ്ലിപ്കാർട്ടിൻ്റെ തന്നെ ഒരു സൈറ്റിൽ നിന്നായിരിക്കും ഇവൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഫെബ്രുവരി 7-ാം തീയതി നായിക്ക് അറാസിക്കേരി ടൗണിലെത്തിയിട്ട് ദത്തെ വിളിക്കാൻ, എവിടെയാണ് താങ്കളുടെ വീട്, എവിടെയാണ് കൊണ്ടുവരേണ്ടത് ചോദിച്ചു. അപ്പോൾ ദത്ത പറയുകയാണ് എൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ ഇവനും, അതായത് ഡെലിവറി ബോയും അറാസിക്കേരി ടൗണിൽ നിന്ന് തന്നെയാണ്. പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ നായിക്ക് ഡെലിവറി ബോയ് ഇയാളുടെ വീട്ടിൽ ഫോൺ കൊണ്ട് കൊടുക്കുകയാണ്. 20 വയസ്സ് മാത്രം പ്രായമേ മറ്റവനുള്ളൂ ആ ഒരു ഓർഡർ ചെയ്ത ദത്തയ്ക്കല്ലേ. അങ്ങനെ കൊടുത്തപ്പോഴേക്കും ദത്ത പറയുകയാണ് ഇതെനിക്ക് പൊട്ടിച്ച് കാണണം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇല്ല, നമുക്ക് കസ്റ്റമർ പോളിസി അങ്ങനെ അലൗഡ് അല്ല പൊട്ടിച്ച് കാണാനായിട്ട്. ഇത് റീഫർബിഷ്ഡ് ഐറ്റമാണ്, പൈസ എന്നാൽ മാത്രമേ പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിന് പൈസ തരേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം. തീർച്ചയായിട്ടും അല്ല, നമുക്ക് ഡെലിവറി ഏജൻറ്റ് കൈക്കൊണ്ട് തരുന്ന സമയത്ത് നമുക്ക് റിജക്റ്റ് ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. പൈസ ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അത്യാവശ്യ ഘട്ടങ്ങളല്ലേ. പക്ഷേ ഹേമന്ത് ദത്തയ്ക്ക് അത് വേണമെന്നുണ്ട്, കയ്യിൽ പൈസ ഇല്ല. കയ്യിൽ പൈസ ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ഓർഡർ ചെയ്തത്. അല്ലാതെ പൈസ കയ്യിൽ വെച്ചോണ്ട് ഓർഡർ ചെയ്തിട്ട് അത് പൈസ പിന്നീട് റോൾ ഔട്ടായി പോവുകയോ അല്ലെങ്കിൽ പൈസ
സംഘടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് സംഘടിപ്പിക്കാൻ പറ്റാതിരിക്കുക ഒന്നും ചെയ്തതല്ല. അവൻ പൈസ ഇല്ലെന്നറിഞ്ഞ് പർപ്പസ്ഫുള്ളി ഓർഡർ ചെയ്ത് തന്നെയാണ്. അങ്ങനെയാണ് പോലീസുകാർ പറയുന്നത്. എന്തായാലും ബോക്സ് പൊട്ടിക്കുന്നതിനെ ചൊല്ലി അവിടെ ചെറിയ കശപിശ ഉണ്ടാവുകയാണ്. കാരണം പൈസ കൊടുക്കുന്നുമില്ല. ഡെലിവറി ബോയ് പറയുന്നത് പൈസ വന്നിട്ട് നിങ്ങൾ പൊട്ടിക്കുക എന്ത് വേണമെന്ന് ചെയ്യും, പക്ഷേ അതിന് പ്രശ്നമില്ല, പൈസ തരാതെ പൊട്ടിക്കാൻ സാധിക്കത്തില്ല, അതാണ് കമ്പനിയുടെ പോളിസി എന്നാണ് പറയുന്നത്. അങ്ങനെ ദത്ത പറഞ്ഞു, താങ്കൾ അകത്തോട്ട് നിൽക്കുക, ഞാൻ പൈസ എടുത്തുകൊണ്ട് വരാം, നമുക്ക് പൊട്ടിക്കാനൊരു കത്തിയും വേണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് എന്താണ്, പൈസ എടുക്കാൻ പോയതാണെന്നല്ലേ. പക്ഷേ ഇദ്ദേഹം വന്നത് ഒരു കത്തി മാത്രമായിട്ടാണ്. അവിടെ നിൽക്കുന്ന 23 വയസ്സുള്ള ഹേമന്ത് നായിക്കിനെ പലതവണ ഇയാൾ കറിക്കത്തി കൊണ്ട് കുത്തുകയാണ്, ക്രൂരമായിട്ട് കുത്തുകയാണ്. അവസാനം 23 വയസ്സുള്ള ഹേമന്ത് നായിക്ക് പിഴഞ്ഞു മരിക്കാനുണ്ടായത്. കൊന്നതാകട്ടെ ഈ ഒരു 20 വയസ്സ് മാത്രം പ്രായമുള്ള ഹേമന്ത് ദത്ത, ഒരു കൊച്ചു പയ്യനല്ലേ, അവനാണ് ഈ അറുങ്കൊല ചെയ്തത്. എന്നിട്ട് ചെയ്ത കാര്യമാണ് വലിയ പൈശാചികത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്നത്. അവൻ ഫെബ്രുവരി 7-ാം തീയതിയാണ് ഈ കൊലപാതകം നടത്തുന്നതല്ലേ. എന്നിട്ട് ബോഡി വലിച്ചുകൊണ്ട് പോയിട്ട് ബാത്റൂമിൽ കൊണ്ടിടുകയാണ്. അതായത് ഇവനൊരു സൈക്കോപാത്തിനെ പോലെയാണ് പെരുമാറിയെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയൊക്കെ ഇവൻ്റെ കഥ കേൾക്കുമ്പോഴേക്കും. കാരണം ഇവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റിലെ ചിന്ത പ്രകാരമാണ് അയാളെ കുത്തിയതെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ പരിഭ്രമപ്പെട്ട ബോഡി ഡിസ്പോസ് ചെയ്യാനോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇയാളുടെ വീട്ടിൽ മറ്റാരും ഇല്ലേ നമ്മൾ ചിന്തിക്കുമല്ലേ. ഉണ്ടായിരുന്നു. അമ്മ 2 ദിവസം മുമ്പാണ് ചിക്കമംഗളൂരുള്ള സഹോദരിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹേമന്ത് ദത്ത വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഈ ഒരു സമയമാണ് ഹേമന്ത് നായിക്ക് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഹേമന്ത് ദത്ത അവിടെ ഒരു ഹാളിൽ വെച്ചിട്ടാണ് ഇവനെ കുത്തി കൊല്ലുന്നത്. ആ ബോഡി വലിച്ചഴിച്ച് ബാത്റൂമിൽ കൊണ്ടിടുകയാണ്. അപ്പോൾ നമുക്ക് ചിന്തിക്കും, പെട്ടെന്ന് ഡിസ്പോസ് ചെയ്ത് കളയാനല്ലേ ആരും ശ്രമിക്കത്തുള്ളൂ അല്ലേ. ഇവൻ ബോഡി 3 ദിവസം ബാത്റൂമിൽ തന്നെ ഇടുകയാണ്. 3 ദിവസം എങ്ങനെയാണ് ഒരു ബോഡി ഒരാൾക്ക് അവിടെ തന്നെ ഇടാൻ പറ്റുക? അത് പലപ്പോഴും സൈക്കോപാത്തുകളുടെ കേസിൽ മാത്രം കാണുന്ന ഒരു രീതിയാണ്. അല്ലെങ്കിൽ മെൻ്റലി എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ഒരാളുടെ രീതിയിൽ കാണുന്ന ഒരു കേസാണ്. നമ്മൾ ഒരുപാട് കൊലപാതക കഥകൾ ചെയ്തപ്പോഴേക്കും മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും അല്ലേ, ജെഫ്രി ഡാമറൊക്കെ പോലെ. അങ്ങനെ ഈ 3-ാം ദിവസം ആയപ്പോഴേക്കും ഈ ബോഡി അഴുകി തുടങ്ങിയാണ്. അതോടൊപ്പം ഇയാൾ മറ്റൊരു കാര്യം ചിന്തിക്കുന്നില്ല, വീട്ടിലേക്ക് ആരെങ്കിലും വരുമോ, ഈ ബോഡിയുടെ മണം വരുമോ, അയൽവക്കക്കാർക്ക് ഇതിൻ്റെ രൂക്ഷഗന്ധം അടിക്കുമോ, വീട്ടിലേക്ക് പെട്ടെന്ന് അമ്മ വരുമോ, ഇതൊന്നും ചിന്തിക്കുന്നില്ല. എന്തായാലും അതിൻ്റെ ഇടയിൽ ഇയാൾ 3-ാം ദിവസം പ്ലാനിങ് നടത്തിയാണ് ഈ ബോഡി എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുപോയി കത്തിച്ച് കളയണം. അതിന് വേണ്ടിയിട്ട് ഇയാൾ ആദ്യം ചെയ്ത കാര്യം, അടുത്തുള്ള പെട്രോൾ പമ്പിൽ പോയിട്ട് ഒരു കുപ്പിയിൽ പെട്രോൾ മേടിക്കുകയാണ്. അതിൻ്റെ CCTV ഫുട്ടേജ് പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ചെയ്തൊരു കാര്യം, ഈ ബോഡി കൊണ്ടുപോകണമല്ലോ, സാധാരണ നമ്മൾ സിനിമയിലൊക്കെ കാണാറുള്ളത് എങ്ങനെയാണ്, വളരെ രഹസ്യമായിട്ട് ബോഡി കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഡംപ് ചെയ്യും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വല്ല പുഴയിൽ അറിയും, അങ്ങനെയൊക്കെയല്ലേ. ഇയാൾ കൊണ്ടുപോയത് എങ്ങനെയാണ്, നമ്മൾ ഈ സ്കൂട്ടറിൻ്റെ ഇടയിൽ ഈ ചാക്കൊക്കെ വെച്ച് കൊണ്ടുപോകാറുണ്ടല്ലേ, അതുപോലെ ബോഡി സ്കൂട്ടറിൻ്റെ ഇടയിൽ കിടത്തിയിട്ട് ഇയാൾ റോഡിലൂടെ പരസ്യമായിട്ട് ഓടിച്ചു പോവുകയാണ്. റോഡിലൂടെ സ്കൂട്ടറിൽ നടുക്കത്തെ ആ പോർഷനിൽ ബോഡി കിടത്തിയിട്ട് പരസ്യമായിട്ട് ഓടിച്ചു പോവുകയാണ്. അയാൾ ബോഡി കൊണ്ടുപോകുന്നത് ഒന്നെങ്കിൽ ആരും കണ്ടിട്ടുണ്ടാകത്തില്ല, അല്ലെങ്കിൽ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല. എന്തായാലും CCTVയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. CCTV ഫുട്ടേജ് നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്, പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇയാൾ അടുത്തുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തുള്ളൊരു കുറ്റിക്കാട്ടിൽ ഈ ബോഡി ഇടുകയാണ്. എന്നിട്ട് നേരത്തെ പെട്രോൾ മേടിച്ച് സ്കൂട്ടർ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊഴിച്ചിട്ട് ഈ ബോഡി കത്തിക്കുകയാണ് ഉണ്ടായത്. ഒന്നാലോചിച്ച് നോക്കുക, ഇത്രത്തോളം പൈശാചികമായിട്ടുള്ള പ്രവൃത്തി എന്തിനാണ് ചെയ്തത്? ഒരു iPhone സ്വന്തമാക്കാൻ വേണ്ടി മാത്രം, അതും 46,000 രൂപയുടെ സെക്കൻഡ് ഹാൻഡ് റീഫർബിഷ്ഡ് ഫോൺ അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ ഒരു സൈക്കോപാത്തിൻ്റെ ലക്ഷണം പലപ്പോഴും കാണാറുണ്ട്. അല്ലെങ്കിൽ ആരും 3 ദിവസം ബോഡി വീട്ടിൽ ചെയ്യാൻ വേണ്ടി ഇട്ടുകൊണ്ടിരിക്കത്തില്ല. അമ്മയോ ബന്ധുക്കളോ ആരെപ്പോൾ വേണമെങ്കിലും കയറി വരാം, മണം മറ്റുള്ളവർക്ക് കിട്ടാം. അതുപോലെ തന്നെ ഒരു സ്കൂട്ടറിൽ പരസ്യമായിട്ട് ആരാണ് ഒരു ബോഡി കൊണ്ടുപോകാൻ തുനിയുക എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അതൊക്കെ മാനസിക വിഭ്രാന്തി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ സാധിക്കുന്നൊരു കാര്യമായിരിക്കാം. എന്തായാലും ഫെബ്രുവരി 8-ാം തീയതി തന്നെ പോലീസിൽ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കംപ്ലയിൻറ്റ് കൊടുത്തത് ഹേമന്ത് നായിക്കിൻ്റെ സഹോദരനായിട്ടുള്ള മഞ്ജുനാഥ് നായിക്കായിരുന്നു. അപ്പോൾ എൻ്റെ അനിയനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഈ അരസിക്കേരി പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയാണ്. അങ്ങനെ പോലീസുകാർ അന്വേഷിക്കുകയാണ്. പോലീസുകാർ അന്വേഷിച്ചു 2 ദിവസങ്ങൾക്കപ്പുറം, അതായത് ഫെബ്രുവരി 11-ാം തീയതി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്നും ഒരു ബോഡി കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടു എന്നൊരു വാർത്ത ഈ ഒരു മഞ്ജുനാഥ് നായിക്ക് സഹോദരൻ കേൾക്കുകയാണ്. അങ്ങനെ സഹോദരൻ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സഹോദരനെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ബോഡിയുടെ ഒരു കാരണം കത്തിക്കരിഞ്ഞ് ചാരമായി പോയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ സഹോദരൻ വീണ്ടും ഒരു പരാതി കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയാണ്. അങ്ങനെ പോലീസുകാർ അന്വേഷിക്കുകയാണ്, ഇയാളുടെ ഫോൺ ട്രേസ് ചെയ്യുകയാണ്. ഫോൺ ട്രേസ് ചെയ്തപ്പോൾ മനസ്സിലായി ഇയാൾ ലാസ്റ്റായിട്ട് വിളിച്ചിട്ടുള്ളത് ഈ ഒരു ഹേമന്ത് ദത്ത കൊലയാളിയാണെന്നുള്ള കാര്യം. അങ്ങനെ പോലീസ് ഈ കൊലയാളിയുടെ വീട്ടിലേക്ക് ഇരച്ചെത്തിയാണ്. വീട്ടിലേക്ക് കയറിയ പോലീസ് പെട്ടെന്ന് തന്നെ കൊലയാളി ദത്തയെ അവിടെ മാറ്റി നിർത്തിയാണ്, വീട് പരിശോധിക്കുകയാണ്. എന്നിട്ട് ഒരു സംഘം ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ വീട് പരിശോധിച്ചപ്പോഴേക്കും പോലീസിന് ഹേമന്ത് നായിക്കിൻ്റെ കൊല്ലപ്പെട്ട ആ പയ്യൻ്റെ ഫോൺ കിട്ടിയാണ്. അതുപോലെ തന്നെ ഇവൻ ഡെലിവറി ബോയാണ്. മറ്റൊരുപാട് സ്ഥലത്ത് ഡെലിവറി ചെയ്യേണ്ട സാധനങ്ങൾ ഇവൻ്റെ മറ്റേ ഈ കാർട്ടിൻ്റെ വലിയ ബാഗിലുണ്ടല്ലേ, അതെല്ലാം കിട്ടിയാണ്. ഒരുപാട് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് അവിടെ ഇരിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു 46,000 രൂപയുടെ iPhoneും അവിടെ ഇരിക്കുകയാണ്. ഉടൻ തന്നെ പോലീസ് ഈ ഒരു ദത്തയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം ഈ ഒരു ഇവൻ സഞ്ചരിച്ചു എന്ന് പറയുന്ന വഴികളിലെ CCTV ഫുട്ടേജ് എല്ലാം പോലീസ് കളക്ട് ചെയ്യണം. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഭീകരമാക്കുന്ന ആ ഒരു ഭീതി ഉണ്ടാക്കുന്ന ഒരു ദൃശ്യമല്ലേ,
ഒരു ഡെഡ് ബോഡി, 3 ദിവസം പഴക്കമുള്ള അഴുകിത്തുടങ്ങിയ ഡെഡ് ബോഡി സ്കൂട്ടറിൽ നടുക്കത്തെ ആ ഒരു പോർഷനിൽ കിടത്തി കൂളായിട്ട് ഒരുത്തൻ രാത്രിയിൽ ഒരു പബ്ലിക് റോഡിലൂടെ ഓടിച്ചു പോകുന്ന ദൃശ്യം അടക്കമാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചിന്തിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. പോലീസിൻ്റെ അനാസ്ഥ. അതായത് 8-ാം തീയതി പരാതി കൊടുത്തിട്ട് 11-ാം തീയതി ബോഡി കത്തിക്കരിഞ്ഞ നിലയിൽ ബോഡി കണ്ടു. അതിനുശേഷം ഈ ഒരു സഹോദരൻ, കൊല്ലപ്പെട്ട ആളുടെ സഹോദരൻ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ വന്ന് അടുത്ത പരാതി കൊടുക്കുമ്പോൾ മാത്രമാണ് ഇവർ ഈ ഫോൺ ട്രേസ് ചെയ്ത് കൊലപാതകയിലേക്ക് എത്തുന്നത്. അതുവരെ അവർ വെറുതെ എങ്ങനെ ഇരിക്കുകയായിരുന്നു. സാധാരണ ഒരാൾ ഇപ്പോൾ കാണാതെ പോയി കഴിഞ്ഞാലും മരണപ്പെട്ട് കഴിഞ്ഞാലും ആദ്യം പരിശോധിക്കുന്ന അയാളുടെ ഫോൺ കോൾ റെക്കോർഡുകളാണല്ലോ. അയാൾ അവസാനമായിട്ട് എവിടെയാണ് പോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കുന്നത്. പക്ഷേ അതൊന്നും പോലീസ് ചെയ്തിട്ടില്ലായിരുന്നു. മഞ്ജു നായിക് ആദ്യമേ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ഫെബ്രുവരി 7-ാം തീയതി രാവിലെ അവൻ എന്നെ വിളിച്ചതാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് പിന്നീട് മറ്റൊരു സുഹൃത്ത് അവനെ വിളിക്കുമ്പോൾ കിട്ടിയില്ലായിരുന്നു. അത് ആ സുഹൃത്ത് എന്നോട് വിളിച്ച് പറയുകയും ചെയ്തായിരുന്നു, അവൻ്റെ ഫോൺ ഓഫായിട്ടിരിക്കുവാണല്ലോ, എന്ത് പറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പക്ഷേ പോലീസ് അന്വേഷിക്കുന്നത് ഒരു കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു ബോഡി കിട്ടി, എന്നിട്ടും അവർ ആക്ട് ചെയ്തില്ല. അതിനുശേഷം വീണ്ടും 2ാമത് ഒരു പരാതി കൊടുത്തപ്പോൾ മാത്രമാണ് ഇവർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സഹോദരൻ്റെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഇവനെ ഇതിലേക്ക് നയിച്ചതെന്ന് നമുക്ക് ഈ ഒരു ഐഫോൺ ഗാഡ്ജറ്റ്സുകളോടുള്ള ഭ്രമം മാത്രമാണെന്ന് നമുക്ക് തോന്നിയേക്കാല്ല. പക്ഷേ എനിക്ക് അത് മാത്രമല്ല തോന്നുന്നത്. അതാണിത് എനിക്കൊരു കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്. നമ്മൾ ക്രൈം സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു പ്ലേ ലിസ്റ്റ് തന്നെ ഒരുപാട് ക്രൈംസ്, ഇൻ്റർനാഷണൽ ക്രൈംസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ പലപ്പോഴും പലരും ചെയ്യുന്ന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകം ചെയ്ത് ആ ബോഡി ചിലപ്പോൾ വീട്ടിൽ തന്നെ ഇട്ടേക്കും. അവരെ സംബന്ധിച്ച് വലിയ സംഭവമേ അല്ല. അതായത് ചിലപ്പോൾ ആ ബോഡിയുടെ അടുത്ത് തന്നെയായിരിക്കും കിടന്നുറങ്ങുന്നത്. ഇപ്പോൾ ഹേമന്ത് ദത്തയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവൻ്റെ തന്നെ മുറിയിലുള്ള ബെഡ്റൂമിലുള്ള ടോയ്ലറ്റിലാണ് ഈ ബോഡി കിടക്കുന്നത്. അവൻ ആ ടോയ്ലറ്റാണ് ദിവസവും യൂസ് ചെയ്യുന്നത്. അതൊന്നും അവനൊരു പ്രശ്നമേ ആയിരുന്നില്ല. മാത്രമല്ല അതിനും അപ്പുറത്തേക്ക് ഭീകരത നിറച്ച കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ ആരാണ് ഇത് രഹസ്യമായിട്ട് വെക്കണമെങ്കിൽ ആരാണ് അത് സ്കൂട്ടറിലെ ഒരു ഡെഡ് ബോഡി അതേപടി എടുത്ത് കൊണ്ടുകളയാൻ വേണ്ടി മുതിരുക? അപ്പോൾ ഇവനൊന്നെങ്കിലും മാനസിക പ്രശ്നമുള്ളവനായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു സൈക്കോപാത്ത് മെൻറ്റാലിറ്റി ഉള്ളവനായിരിക്കണം. എന്തായാലും കൃത്യമായിട്ട് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡി വിട്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഒരു കാര്യം പറയുവാണെങ്കിൽ അത് ഇവൻ സൈക്കോപാത്ത് ആയിക്കോട്ടെ അല്ല ആയിക്കോട്ടെ, പക്ഷേ ഈ ഗാഡ്ജറ്റ്സുകളോട് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും ഓരോരോ ഗാഡ്ജറ്റ്സ് മേടിക്കണം എന്നൊക്കെയല്ല. പക്ഷേ ഇതൊക്കെ പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ കാണുന്ന കാര്യങ്ങൾ ഒരു ഫാൾസ് റിയാലിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ഫാൾസ് ഇല്യൂഷനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് 46,000 ഐഫോൺ മേടിക്കുന്നതിന് പകരം അവന് 20,000 രൂപയുടെ ഒരു ആൻഡ്രോയിഡ് മേടിച്ചു കഴിഞ്ഞാൽ എല്ലാ ഫംഗ്ഷനും ഐഫോണിനേക്കാൾ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ആൻഡ്രോയിഡ് എന്നുള്ളത്. അവന് സാധാരണ ഒരു ഐഫോണിൽ 100 കോൾ ലോഗുകളെ വരത്തുള്ളൂ. നമ്പർ അടിച്ചു കഴിഞ്ഞാൽ കോൺടാക്ട് സജഷൻ വരത്തില്ല ഡയൽ പാഡിൽ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇത്രത്തോളം ഊതിപ്പെരുപ്പിച്ച് വച്ചിരിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ 13 Pro Max ഉപയോഗിച്ചപ്പോഴേക്കും എനിക്കത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് സത്യം പറഞ്ഞാൽ തോന്നിയത്. ഒരു സ്പ്ലിറ്റ് സ്ക്രീൻ ഇല്ല, വാട്സാപ്പ് വീഡിയോ കോൾ ജസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റത്തില്ല, വലിയ ബുദ്ധിമുട്ടുകളാണ് ഞാൻ നേരിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു ഐഫോണിനെ ഇങ്ങനെ ഊതിപ്പെരുപ്പിച്ച് വച്ചിരിക്കുന്നത് എന്ന് അത് അറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക്. അത് എടുത്തു കഴിഞ്ഞ് ഒരുപാട് നാൾ നിങ്ങൾ ആൻഡ്രോയിഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഐഫോൺ ചാടിക്കറി എടുത്ത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് എത്ര മറ്റേ ആൻഡ്രോയിഡ് ഉപയോഗിക്കാൻ എത്ര സുഖമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത്. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അനുഭവങ്ങളാണ്. ഞാൻ ആൻഡ്രോയിഡ് ഉപയോഗിച്ചിട്ടുണ്ട്, ഐഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് S21 Ultra. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഇവിടെ ഉണ്ടാക്കുന്ന ഫാൾസ് ഇല്യൂഷനിൽ വീഴാതിരിക്കുക. അമേരിക്കയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കൊച്ചു പിള്ളേരുടെ കൈ വരെ എല്ലാവരുടെ കയ്യിൽ ഐഫോണാണ്. അതൊരു വലിയ സംഭവമൊന്നുമില്ല. ഐഫോൺ മാത്രമല്ല, ഞാൻ ഐഫോണിനെ മാത്രം കുറ്റം പറഞ്ഞതല്ല. അത് ഏത് ഗാഡ്ജറ്റുകളായാലും നമുക്ക് മേടിക്കാം. നമുക്ക് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്തൊക്കെ മേടിക്കാം. അല്ലെങ്കിൽ ഇന്ന് EMI സംവിധാനങ്ങളുണ്ട് അല്ലേ? മിക്ക കടയും ഇന്ന് EMI കൊടുക്കുന്നുണ്ട്. മാസം ചെറിയ ചെറിയ അടവുകൾ നമുക്ക് അടച്ചാൽ മതി. നമുക്ക് അത്രയും നല്ല ഗാഡ്ജറ്റ്സുകളൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും. ഓക്കെ, തീർച്ചയായിട്ടും ചിലവരുടെയൊക്കെ സ്വപ്നമായിരിക്കും ഒരു ഐഫോൺ സ്വന്തമാക്കണം. അതിലൊന്നും ഒരു തെറ്റുമില്ല അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ. അത് ഐഫോൺ എന്നല്ല, ഒരു കാറായാലും 2-3 കാർ ആഗ്രഹിക്കുന്നു, ഒരു തെറ്റുള്ള കാര്യമല്ല. നമുക്ക് ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാം. പക്ഷേ അത് നേർവഴിക്ക് മാത്രമായിരിക്കണം എന്നേ ഉള്ളൂ. നിങ്ങൾ എന്ത് വേണമെങ്കിലും ആഗ്രഹിച്ചോ. നിയമപരമായിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹിക്കാം, അല്ലാതെ ഇല്ലീഗൽ ഡ്രഗ്സ് ആഗ്രഹിക്കരുത്. നിയമപരമായിട്ടുള്ള ഏത് സാധനം ആഗ്രഹിച്ച് അത് നിയമപരമായിട്ടുള്ള വഴി കൂടെ തന്നെ, നല്ല വഴി കൂടെ തന്നെ, സന്മാർഗ്ഗത്തിലൂടെ തന്നെ നമുക്ക് നേടിയെടുക്കാം. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്പെഷ്യൽ മടപ്പള്ളി സൈനിങ് ഔട്ട്.